ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മളിന്ന് ജസ്റ്റ് നമ്മുടെ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ പുതിയ ബ്രൂട്ട് സ്റ്റോക്ക് ചില്ലി മൊസൈക്കിന് വന്നിട്ടുണ്ടാകും. അതുങ്ങളുടെ ഭംഗിയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് വെക്കുന്നതിനെ നോക്കി നല്ല രസമാട്ടോ. അപ്പോൾ നമ്മളിന്ന് രാവിലെ ഓർഡർ ചെയ്തോളൂ, രാവിലെ വന്നുള്ളൂ. അപ്പോൾ അതുങ്ങളെയും കൊണ്ട് അതുങ്ങളുടെ നേരെ അതിലേക്ക് ഇറക്കി വിടാമെന്ന് വിചാരിച്ച് നമ്മുടെ ഫാമിലേക്ക് കയറി നമ്മൾ അതുങ്ങളെ അങ്ങ് ഇറക്കി അങ്ങ് വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചുമ്മാ എല്ലാവരും ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പുറത്താണെങ്കിൽ ഒരു കേജ് ഒഴിഞ്ഞെടുപ്പുണ്ടായിരുന്നു, അതിൽ ഇവരുടെ കുഞ്ഞുങ്ങളെ ഇറക്കി വിടാനുള്ളതായിരുന്നു. പിന്നെ നമ്മുടെ ഫാമിലി എല്ലാ മീനുകളുടെ സൗന്ദര്യമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പയ്യെ ഇങ്ങനെ അവയൊക്കെ നോക്കി ഇങ്ങനെ വരുമ്പോഴാണ് നമ്മളൊരു കാര്യം കാണുന്നത്. നമ്മുടെ പോണ്ടിലെ ഒരു ഫീമെയിലിൻ്റെ വയറ് നല്ല തടിച്ച് നിൽക്കുകയാണ്. അതെ, അവളുടെ വയറ്റിൽ നിറച്ച് കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവളെ ഇന്ന് നമ്മളൊരു ഇതിലേക്ക് മാറ്റിയിടാൻ പോവുകയാണ്. അപ്പോൾ അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കുറേ നിൽക്കുന്നുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ബൾജായിട്ട് നിൽക്കുന്നത് അവളുടെ പേരാണ്. അപ്പോൾ അവളെ നമുക്ക് പിടിച്ച് മാറ്റി തരണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇത്രയുള്ള പാത്രം നമ്മൾ കഴുകിയെടുത്ത് പിന്നെ നമ്മളതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വീണ്ടും തേച്ച് കഴുകി ആ പാത്രം എവിടെയെങ്കിലും കൊണ്ടൊരു സ്ഥലത്ത് കൊണ്ട് നമ്മൾ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു പാത്രമാണ്, കാരണം ഒരു മീനെ കിടക്കാനുള്ളൂ. ഞാൻ വലിയ ബേസിനൊന്നും എടുക്കുന്നില്ല. അപ്പോൾ അത് നമ്മൾ ഈ മൂലയ്ക്ക് കൊണ്ടേ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് പിടിക്കാമെന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കുപ്പിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് അതിനകത്തേക്ക് കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിന് വെള്ളം തറയണ താമസം കൊണ്ടൊന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളത് ഇവിടെ പിടിക്കും കേട്ടോ. ഗൈസിനകത്തുള്ള വെള്ളം തീർന്നിട്ടുണ്ട്. ഒരു കുപ്പിയോളം വെള്ളം മാത്രമേ ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നുള്ളൂ. അതിന് നോക്കി ഞാൻ അവിടെ തപ്പി പിടിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഭയങ്കര ഓട്ടമാണ്, നമുക്ക് അതിനെ പിടിക്കണം. അങ്ങനെ ഒരു മൂലക്കെട്ടി ഞാൻ പൂട്ടിയിട്ടുണ്ട്, പക്ഷേ നമുക്ക് കിട്ടില്ല. ഞാൻ മാക്സിമം ഇത് പകർത്തിയെടുക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ ഇതിലേക്ക് ഷെയ്ക്ക് ആവുകയാണ്. കാരണം ഒറ്റ കൈ കൊണ്ടാണ് ഞാൻ വീഡിയോ പിടിക്കുന്നത്. കാരണം ചെറിയ ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട്, എല്ലാവരും ക്ഷമിക്കും എന്നോട്. അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത് വലയ്ക്കകത്ത് കുറച്ച് പായലും കൂടി എടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് അതിനകത്ത് കിടക്കുമ്പോൾ കംഫർട്ടാകാൻ കുറച്ച് പായൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പായലോടെ അതിനകത്ത് റിലീസ് ചെയ്യുവാണ് കേട്ടോ. ഇതിനകത്തേക്ക് ഇറക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിനി കുറച്ച് 2 കല്ലിട്ട് കൊടുക്കാം. ഇപ്പോൾ അതിനകത്ത് കുഴപ്പമില്ല, നമുക്ക് എല്ലാവർക്കും മീനെ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല ബൾജാണ്. ഇവളെ മാറ്റിയിട്ടില്ലെങ്കിൽ ഇവൾ അതിനകത്ത് ഇറന്ന് പ്രസവിക്കും. അപ്പോൾ അവളുടെ കുഞ്ഞുങ്ങളെല്ലാം മറ്റേ മീനുകളെല്ലാവരും കൂടി തിന്നും. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് കല്ലിട്ട് കൊടുക്കാം. ഞാൻ അപ്പുറത്തെ പാത്രത്തിൽ നിന്ന് 2 കല്ലെടുത്ത് മൂലയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് നമുക്ക് 2 കല്ലും കൂടി എടുക്കാം. ഇത് 2 കല്ലും കൂടി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി അതും കൂടി അതിൻ്റെ കൂടെ ഞാൻ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പാലിയായിട്ട് കൊടുത്തിട്ടുണ്ട്, കയ്യിൽ കൂടെ പറ്റിയിരിക്കുകയാണ്, അത് ഞാൻ അതിനകത്ത് മുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.